ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ലിവർ റോസ്റ്റ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ചിക്കൻ്റെ ലിവർ റോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് അത് തന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും 3 പച്ചമുളക് നടുകെ കീറിയതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്കൊരു മീഡിയം വലുപ്പത്തിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ സവാള വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളെപ്പോഴും പൊടികൾ മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇനി നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടികളെല്ലാം മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ടൊമാറ്റോ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ഒരെണ്ണം നന്നായി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ കരളും ഉപ്പും കുറച്ച് കുരുമുളക് പൊടി കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് അതൊന്ന് ചൂടാക്കി എടുക്കണം. കരൾ നമ്മൾ ആ മസാലയിലുമായിട്ട് ചേർത്ത് നന്നായി ഇളക്കി ഒരു 2 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കത് മൂടി ഓപ്പൺ ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഗ്രേവിയൊക്കെ നല്ല സെറ്റായി കിട്ടുക. അതിലേക്കൊക്കെ നമ്മുടെ കരളിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ആ ഒരു ഗ്രേവിയൊക്കെ ഉള്ളിലേക്ക് കയറുക. ഇനി നമുക്ക് മൂടി വെച്ച് അടച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞു. ഇതാ നമ്മുടെ കരളെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള റോസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലത്തെ വെള്ളം കുറച്ചുകൂടി ഉണ്ട്, അങ്ങനെ ചെറിയൊരു ഗ്രേവി കൂടി ഉണ്ടല്ലോ, അത് ഒന്നുകൂടി നന്നായിട്ട് വറ്റിച്ച് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഏത് രീതിയിലാണോ ഡ്രൈ ആക്കി എടുക്കണോ ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്